വിദ്യാഭ്യാസ അഴിമതിക്കും തൊഴിൽ നിഷേധത്തിനും പകരം ചോദിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി കേരളത്തിൽ ഉടനീളം ഡിവൈഎഫ്ഐയുടെ യങ് ഇന്ത്യ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വിവിധ ജില്ലകളിലെ പ്രമുഖ നേതാക്കളും ഉദ്ഘാടനം ചെയ്തു. ഉണരണം ഇന്ത്യ, പൊരുതണം യുവത എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഡിവൈഎഫ്ഐ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ യങ് ഇന്ത്യ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. പൊതുയോഗങ്ങളിൽ കേന്ദ്ര സംസ്ഥാന നേതാക്കളും ജനപ്രതിനിധികളും പങ്കെടുത്തു. ക്യാമ്പയിന്റെ ഭാഗമായി മലപ്പുറം, കണ്ണൂർ, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിൽ യുവജന റാലിയും പൊതുയോഗങ്ങളും നടന്നു. മലപ്പുറത്ത് മുൻ MLA ലിൻഡോ ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലയിലെ പൊതുസമ്മേളനം ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഹിമാഗ്ന ഭട്ടാചാര്യ ഉദ്ഘാടനം ചെയ്തു. The BJP government at the center is responsible for creating an atmosphere where democratic rights are under pressure and undeclared emergency-like situation is being created across the country. Our students and youth community is facing one of the most difficult periods in independent India. പാലക്കാട് നടന്ന പരിപാടിയിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ച കോൺഗ്രസ് നയത്തെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് നിശിതമായി വിമർശിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഔദ്യോഗിക ചടങ്ങിൽ വന്ദേമാതരം RSSന്റെ ആജ്ഞയനുസരിച്ച് പൂർണ്ണമായി ആലപിക്കപ്പെട്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങിലാണ്. അതാണ് മാറ്റം. ഇപ്പൊ മാറ്റത്തിന് വോട്ട് ചെയ്തവരൊക്കെ ഉണ്ടാവും നാട്ടില്. നമുക്കാരോടും വിരോധമൊന്നുമില്ല. 10 കൊല്ലമായിട്ട് ഇവർ ഭരിക്കല്ലേ, ഇനി ഒരു 5 കൊല്ലം അവര് ഭരിക്കട്ടെ. മാറി മാറി ഭരിക്കുന്നതല്ലേ നല്ലത്. നാട്ടിലൊരു മാറ്റം വേണ്ടേ? ഇപ്പൊ എങ്ങനെയുണ്ട് മാറ്റം ഇങ്ങനെ വന്ന് വോട്ട് ചെയ്തവരിപ്പോ വോട്ട് ചെയ്ത കാര്യം പുറത്തു പറയാൻ മടിക്കുന്നു. രാജ്യത്ത് പോരാട്ടത്തിനിറങ്ങുന്ന വിദ്യാർത്ഥികളെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടയ്ക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് വിഴിഞ്ഞത്ത് യങ് ഇന്ത്യ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ് പറഞ്ഞു. Aspiration. What does for student and youth independence mean? When we are celebrating Independence Day as student and youth, for us independence mean that we do not need to worry about our semester fees. We do not need to worry whether government schools are getting closed in our country or not. We do not need to worry whether educational institutions will be closed down. We do not need to worry whether we have to take educational loan to continue our education or not. We do not need to worry whether on the basis of gender we will be able to go to schools or not, or colleges or not. We do not want to worry whether as student and youth, even after getting education, there will be paper leaks and corruption inside the education system and we will not get jobs or not. When we talk about independence as student and youth, we want to have a quality life. കോഴിക്കോട് ജില്ലയിൽ നടന്ന ക്യാമ്പയിനുകളിൽ PA മുഹമ്മദ് റിയാസ് MLA, CPIM നേതാവ് MV ജയരാജൻ എന്നിവർ സംസാരിച്ചു. സോണിയാഗാന്ധി കൈകൊണ്ട് ആംഗ്യം കാണിച്ചത് കസേരക്ക് വേണ്ടിയാണ്. എന്തെല്ലാം വിഡ്ഢിത്തമാണ് പുലമ്പുന്നത്. അപ്പോഴാണ് ചാനലുകാർ സോണിയ സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് കേൾപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് പാതി ബന്ധ BJPയാണ്. ഇന്നത്തെ കോൺഗ്രസ് ഇന്ന് തന്നെ രാത്രിയാവുമ്പോൾ BJPയിൽ എത്തുന്നവരാണ്. നാളെ വരെ കാത്തിരിക്കൂല. അവരാണ് ഈ കേരളത്തിൽ ഭരിക്കുന്നത്. വയനാട് മേപ്പാടിയിൽ നടന്ന ക്യാമ്പയിനിൽ DYFI ജില്ലാ സെക്രട്ടറി KM ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.